സന്ധി സംഭാഷണത്തിനെത്തിയ കൃഷ്ണൻ മടങ്ങിപ്പോയതിനു ശേഷം വിതുരൻ കുന്തിദേവിയുടെ അരികിലെത്തി വിതുരൻ പറഞ്ഞു, ദേവി, ഞങ്ങളെല്ലാം എത്രയും സമാധാനത്തിനു വേണ്ടി ശ്രമിച്ചിട്ടും ദുര്യോധനൻ അതൊന്നും സമ്മതിക്കുന്നില്ല. കൃഷ്ണന്റെ സഹായത്തോടെ പാണ്ഡവർക്ക് വിജയം ഉറപ്പാണ്. അവർ അതറിഞ്ഞിട്ടും കൗരവരോട് സമാധാനത്തോടെ പെരുമാറി യുദ്ധം ഒഴിവാക്കുവാൻ പാണ്ഡവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ദുര്യോധനൻ പാണ്ഡവരോട് തികഞ്ഞ ശത്രുത വെച്ച് പുലർത്തുകയാണ്. അതുകൊണ്ട് യുദ്ധം അനിവാര്യമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണൻ അതിന് സമ്മതം മൂളുകയേ വേണ്ടൂ. യുദ്ധം ഉടൻ ആരംഭിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ട് കുന്തിദേവി വിതുരനോട് പറഞ്ഞു, ബന്ധുക്കൾ പരസ്പരം പൊരുതി മരിക്കും. മുത്തച്ഛനായ ഭീഷ്മരും ആചാര്യനായ ദ്രോണരും എല്ലാവരും പൊരുതും. കർണനെ ഓർത്താണ് എനിക്ക് ഏറെ വിഷമം. പാണ്ഡവരോട് നിത്യസ്പർദ്ധയുള്ള അവൻ്റെ മനസ്സ് മാറ്റുവാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ അവനോട് ഒന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെ വിതുരനോട് പറഞ്ഞ കുന്തിദേവി കർണനെ കാണുവാൻ ഗംഗാതീരത്തിലെത്തുന്നു.